യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. അല്പസമയം നാം ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന തിരുവചന ഭാഗമെന്ന് പറയുന്നത് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യമാണ്. അവിടെ നമുക്കിങ്ങനെയാണ് കാണുവാൻ സാധിക്കുന്നത്: അവർ തെസ്സലോനിക്കയിലുള്ളവരെക്കാൾ ഉത്തമന്മാരായിരുന്നു. അവർ വചനം പൂർണ്ണ ജാഗ്രതയോടെ കൈക്കൊണ്ടതല്ലാതെ അതങ്ങനെ തന്നെയോ എന്ന് ദിനം പ്രതി തിരുവെഴുത്തുകളെ പരിശോധിച്ച് പോന്നു. ഈ തിരുവചന ഭാഗത്തിൻ്റെ പശ്ചാത്തലമെന്ന് പറയുമ്പോൾ അപ്പോസ്തലനായ പൗലോസും ശീലാസും സുവിശേഷ വേലയുടെ ഭാഗമായിട്ട് വിവിധ ദേശങ്ങൾ സഞ്ചരിക്കുവാനിടയായിത്തീർന്നു. ഇങ്ങനെ അവർ തെസ്സലോനിക്ക എന്നുള്ളൊരു പട്ടണത്തിൽ എത്തപ്പെടുകയും അവിടെ സുവിശേഷ വേലയിലായിരിക്കുമ്പോൾ സുവിശേഷം സംബന്ധമായ ചില പ്രതിസന്ധികൾ അവർ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വന്നു. വളരെ ശക്തമായ ഒരു എതിർപ്പായതുകൊണ്ട് അവിടെയുള്ള സഹോദരന്മാർ ഈ ക്രിസ്തുഭക്തന്മാരെ തെസ്സലോനിക്ക പട്ടണത്തിൽ നിന്നും അടുത്തുള്ളൊരു പ്രദേശത്തേക്ക് പറഞ്ഞയക്കുവാനിടയായി. ഇങ്ങനെ ഇവർ എത്തപ്പെട്ട സ്ഥലമെന്ന് പറയുന്നത് ബെരോവ എന്ന് പറയുന്ന സ്ഥലമാണ്. ബെരോവയിൽ ഈ ക്രിസ്തുഭക്തന്മാർ എത്തപ്പെടുമ്പോൾ അവിടെയുള്ള ദൈവമക്കളിൽ ചില പ്രത്യേകമായിരിക്കുന്ന ഉത്തമമായിരിക്കുന്ന വിശേഷതകൾ ദർശിക്കുവാനിടയായി. അവർ കണ്ട പ്രത്യേകതകളാണ് നാം ഇന്ന് ചിന്തിക്കുന്നതിന് വേണ്ടി വായിച്ച തിരുവചന ഭാഗം. ആ ഭാഗം ഇങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്: അവർ തെസ്സലോനിക്കയിലുള്ളവരെക്കാൾ ഉത്തമന്മാരായിരുന്നു. അതിന് കാരണം അവർ വചനം പൂർണ്ണ ജാഗ്രതയോടെ കൈക്കൊള്ളുക മാത്രമല്ല, അവർ കേട്ട വചനം, കേട്ട സന്ദേശം അതങ്ങനെ തന്നെയോ എന്ന് തിരുവെഴുത്തുകളെ പരിശോധിച്ച് ദിനം പ്രതി പരിശോധിച്ച് അത് മനസ്സിലാക്കുന്ന ഒരു പ്രത്യേകത അവരിൽ കാണുവാനിടയായിത്തീർന്നു. വളരെ മാതൃകയാക്കേണ്ടുന്ന ഈ കാലഘട്ടത്തിലായിരിക്കുന്ന ദൈവസഭയും ദൈവമക്കളും വളരെ മാതൃകയാക്കേണ്ടുന്ന, അനുവർത്തിക്കേണ്ടുന്ന ഒരു നല്ല ഗുണമാണ് ബെരോവയിലെ വിശ്വാസികളിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിച്ചുണർത്തുന്നത്. അതിന് കാരണം വചനത്തിലൂടെ നൽകിയ മുന്നറിയിപ്പിനൊത്തവണ്ണമുള്ള സംഭവങ്ങൾ ഈ കാലഘട്ടത്തിൽ നിവർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. തെറ്റായ തിരുവെഴുത്തിനെക്കുറിച്ചുള്ള പഠിപ്പിക്കലുകളും ദുരുപദേഷ്ടാക്കന്മാരും കള്ളപ്രവാചകന്മാരും ഈ കാലഘട്ടത്തിൽ ശക്തമായി വർദ്ധിച്ചു വന്നിരിക്കുമ്പോൾ, മാത്രവുമല്ല വൃതന്മാരെ പോലും തെറ്റിക്കത്തക്ക നിലവാരത്തിൽ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീരപ്രവൃത്തികളാലും സാത്താൻ വഞ്ചനയുടെ ആത്മാവിനാൽ ജനത്തെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ദൈവം തന്നെ ജനത്തിൽ ഒരുക്കിയിരിക്കുന്ന നിത്യതയുടെ ദർശനത്തെ വ്യതിചലിപ്പിച്ച് തെറ്റായ വിശ്വാസമാർഗത്തിലേക്കും തെറ്റായ ജീവിതശൈലിയിലേക്കും വഴിതിരിച്ച് വീഴ്ത്തിക്കളയുവാൻ സാത്താൻ ഒരുക്കിയിരിക്കുന്ന വഞ്ചനയുടെ ചതിക്കുഴിയിൽ നിന്നും ദൈവജനം വിടുവിക്കപ്പെടണമെങ്കിൽ ഒറ്റ മാർഗമേ ഉള്ളൂ: ബെരോവിലെ വിശ്വാസികളെ പോലെ ദൈവവചനത്തിലേക്ക് ആഴമേറിയൊരു ബന്ധത്തിലേക്ക് മടങ്ങി വരേണ്ടത് വളരെ ആവശ്യമാണ്. അതുകൊണ്ട് ഉണരാം, ദൈവവചനവുമായിട്ട് ആഴമേറിയ ബന്ധത്തിലേക്ക് എത്തപ്പെടുവാനിടയായിത്തീരട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഏവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.